ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു വെഡ്ഡിംഗ് പ്രീസെറ്റ് പാക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ വെഡ്ഡിംഗ് കളേഴ്സ് എന്നാണ് ഈ ഒരു പാക്കിൻ്റെ പേര്. ഇതിൽ 5 പ്രീസെറ്റ്സുകളാണുള്ളത്. സോ നമുക്ക് 5 പ്രീസെറ്റ്സിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ അകത്ത് ടോട്ടൽ 5 പ്രീസെറ്റ്സുകളാണുള്ളത്. അതുപോലെ തന്നെ ഈ 5 പ്രീസെറ്റ്സിൻ്റെയും DNG ഫോമാറ്റും ഉണ്ട്, XMB ഫോമാറ്റും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റ്സുകൾ നിങ്ങളുടെ മൊബൈൽ ലൈറ്റ് റൂമിൽ യൂസ് ചെയ്യാം. അതുപോലെ ഫോട്ടോഷോപ്പ്, അതുപോലെ സിസ്റ്റം ലൈറ്റ് റൂമിൻ്റെ അകത്തും നമുക്ക് ഈ ഒരു പ്രീസെറ്റ്സുകളെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 2 പ്രീസെറ്റ്സുകളെ മാസ്കിംഗ് പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. സോ ആ ഒരു മാസ്കിംഗ് പ്രീസെറ്റ് ഇട്ട് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ കുറച്ചും കൂടി ബെറ്ററായിട്ട് നല്ല രീതിയിൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വേറെ ഉള്ളത് ഇതിൻ്റെ അകത്തൊരു സേവ് ദ ഡേറ്റിൻ്റെ PSD ഫയൽസാണ്. 3 PSD ഫയൽസാണുള്ളത്. സോ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് വർക്കൊക്കെ നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PSD ഫയൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടി സിമ്പിളാക്കാൻ ഈസിയാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഫയലും കൂടി യൂസ് ചെയ്യുക. സോ നിങ്ങൾ ഈ ഒരു പ്രീസെറ്റ് ഇട്ട് എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ എന്നെ കൂടി ഒന്ന് ടാഗ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് പാക്ക് ബൈ ചെയ്യാൻ നിങ്ങൾക്ക് 2 മെത്തേഡാണുള്ളത്. ഒന്നിക്കൽ ഞാൻ താഴെ കൊടുത്ത വാട്സപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റ് ബൈ ചെയ്യാം. ഇനി അതിൽ എൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രീസെറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അങ്ങനെ ഈ ഒരു പ്രീസെറ്റ് നിങ്ങളെ സിസ്റ്റത്തിലും അതുപോലെ തന്നെ മൊബൈലും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ നോക്കാം. സോ പ്രീസെറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കിട്ടും. സോ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിനും കിട്ടും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സേവ് ദ ഡേറ്റിൻ്റെ ഫയലുണ്ട്, അതുപോലെ DNGൻ്റെ ഫയലുണ്ട്, അതുപോലെ XMBൻ്റെ ഫോൾഡർ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റ്സ് എല്ലാം നിങ്ങൾ ഫോട്ടോഷോപ്പിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ XMB പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇനി അതല്ല സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾ DNG ഫോൾഡർ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ സിസ്റ്റം ഫോട്ടോഷോപ്പിലാണ് ഫസ്റ്റായിട്ട് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യാമെന്ന് കാണിക്കുന്നത്. സോ ഞാൻ ഇവിടെ XMB ഫോൾഡർ ഞാൻ ആ ഒരു ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. സോ ആ ഒരു ട്രിപ്പിൾ ഡോട്ടിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിപ്പ് ഫയലായിട്ട് നിങ്ങളുടെ ഫയലിലേക്ക് ഈ ഒരു ഫോൾഡർ സേവ് ആകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ നമ്മളൊരു ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫോട്ടോ അതിനകത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏതെങ്കിലും ഫോട്ടോ അതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ഫിൽറ്ററിൽ പോയിട്ട് ക്യാമറ ഫിൽറ്റർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏറ്റവും റൈറ്റ് സൈഡിൽ ട്രിപ്പിൾ ഡോട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ആ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്ത് എനിക്ക് ലോഡ് സെറ്റിംഗ് കാണാൻ കഴിയും. ലോഡ് സെറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ഒരു ആ ഒരു പ്രീസെറ്റ്സ് എല്ലാം നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചേക്കണേ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം XMB ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു 5 പ്രീസെറ്റ്സ് അവിടെ കാണാൻ കഴിയും. അതിനകത്ത് എനിക്ക് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു പ്രീസെറ്റ് ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മാസ്കിംഗ് പ്രീസെറ്റാണ്. മാസ്കിംഗ് പ്രീസെറ്റ് ആയതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ആ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ മാസ്കിംഗ് പ്രീസെറ്റ് കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾക്ക് ഈ രീതിയിലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടില്ല, ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കങ്ങനെ ഈ ഒരു പ്രീസെറ്റ്സുകളെല്ലാം നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ മൊബൈൽ ലൈറ്റ് റൂമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ DNG ഫോൾഡറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. DNG പ്രീസെറ്റ്സ് മാത്രമേ നമ്മൾ മൊബൈൽ ലൈറ്റ് റൂമിൽ സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ DNG ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 7ഓളം പ്രീസെറ്റ്സുകൾ കാണാൻ കഴിയും. അതായത് 5 നോർമൽ പ്രീസെറ്റും പിന്നെ 2 മാസ്കിംഗ് പ്രീസെറ്റും ആണുള്ളത്. സോ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ആൻഡ്രോയിഡ് ഫോണിലും ഇതിപ്പോൾ ഐഫോണിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും പ്രീസെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ട്രിപ്പിൾ ഡോട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ആ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഓപ്പൺ ഇൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ചെയ്തിടാനാണ്. സോ ഓപ്പൺ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ വരും. ജസ്റ്റ് ആ ലൈറ്റ് റൂമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് റൂമിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗോട്ട് ഇറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ലൈറ്റ് റൂമിലേക്ക് ഒരു പ്രീസെറ്റ് ഇമ്പോർട്ട് ആവുള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്രീസെറ്റ് അവിടെ വന്നിട്ട് കാണാൻ കഴിയും. ആ ഒരു പ്രീസെറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. കോപ്പി സെറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുക്കുക. എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേജ് സെറ്റിംഗ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രീസെറ്റ് നമുക്ക് നിങ്ങളുടെ ഫോട്ടോന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ലൈറ്റ് റൂമിൻ്റെ ക്രാക്കഡ് വേർഷനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത വേർഷനോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്കിംഗ് പ്രീസെറ്റും മൊബൈലിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഇങ്ങനെയാണ് പ്രീസെറ്റ് മൊബൈലിലും അതുപോലെ സിസ്റ്റത്തിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ അടിപൊളിയാക്കി എഡിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.